ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് വൈജയന്തി ബാലേന്ദ്രന് കുടിക്കാൻ ചായ കൊണ്ട് കൊടുക്കുകയാണ്. ബാലേന്ദ്രൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ. അപ്പോൾ ബാലേന്ദ്രൻ വൈജയോട് ചോദിക്കുന്നുണ്ട് അലീന എന്തെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ് ചോദിക്കുന്നുണ്ട് അലീന തന്നാലേ കുടിക്കുള്ളൂ, അവൾ തരുന്ന ചായക്ക് എന്താ രുചി കൂടുതലാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ വൈജയെ നോക്കി ഇങ്ങനെ ഒരു കോമാളി ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈജോ നല്ല ചിരി എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വിഡ്ഢി ചോദ്യത്തിന് കോമാളി ചിരി എന്ന് മറുപടി കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പത്രം വായിക്കുകയാണ്, വീട്ടു ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ബാലേന്ദ്രൻ അത് വൈജയോട് പറയാണ്, അതെ നീ വേണമെങ്കിൽ എഴുതി വെച്ചു, നമുക്കിവിടെ വീട്ടു ജോലിക്ക് ആളെ ആവശ്യമുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ വൈജ പറയുന്നു അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ ഒരാളുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു ഇന്നലെ നീയല്ലേ പറഞ്ഞ് അവളെ പിരിച്ചു വിടുമെന്ന്. അപ്പോൾ വൈജ പറയുന്നു ഇന്നലെ ഞാനങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാനങ്ങനെ പറയുന്നില്ല, നാളെ ഞാൻ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുവാണ്, തെറ്റ് ചെയ്തവരാണ് മറ്റുള്ളവരെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കണേ, അവരും അതേ തെറ്റ് ചെയ്യുമോ എന്ന് പേടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അലീനെ പറ്റിയാണ്. അലീന നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണി അല്ലേ എന്ന് വൈജ ചോദിച്ചപ്പോൾ പറയുന്നൊരു മറുപടിയാണ് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഞാനപ്പോൾ ഒരു തെറ്റുകാരിയാണെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, പൊതുവെ അങ്ങനെയാണെന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ വൈജയോട് പറയുവാണ്, നിന്നെ ഞാൻ കുഞ്ഞിലെ തൊട്ട് കാണുന്നതാണ്, നീ ജനിച്ച് വീണ ഓലപ്പായ കിടക്കുന്ന പൊക്കിൽ കൂടി മുറിക്കുന്നതിന് മുമ്പേ നിന്നെ കാണാൻ തുടങ്ങിയതാണ്. നിന്നെ ഞാൻ ആകെ അറിയാതെ പോയത് നീ ആഗ്രയിൽ പോയ 3 വർഷങ്ങളാന്ന് പറയാണ്. അപ്പം അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് പേടിയാവും കേട്ടോ. ആഗ്ര എന്ന് കേട്ടല്ലോ, അപ്പോൾ ആകെ മൂടേ മാറി, അവൾ ദേഷ്യപ്പെട്ട് എഴുന്നേക്കും. അപ്പോൾ ബാലേന്ദ്രൻ അത് ശ്രദ്ധിക്കും. എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും പഴംപുരാണം ഒന്നും പറയാൻ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ വൈജയനീറ്റ് അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് രോഹിത് ഹരിയെ വിളിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ് റൂബിയായിട്ടുള്ള പിണക്കമൊക്കെ മാറി എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ഹരി ഇതിൽ എക്സ്പേർട്ടാണല്ലോ, ഹരി കുറേ ഉപദേശങ്ങൾ കൊടുക്കുവാണ്, നീ അവളെ ശരണ്യായിട്ട് ഫ്രണ്ടാക്ക്, അപ്പോൾ കുറച്ച് ധൈര്യം വരും എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ഹരിയുടെ പെങ്ങൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിയുടെ അടുത്ത് വരുന്നുണ്ട്. ഹരി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുണ്ട്. പിന്നെ പറയുന്നത് രോഹിത് പറയുന്നത് മുത്തശ്ശി കട്ടിലേന്നല്ല നടക്കാൻ നേരത്ത് ഒന്നുകൂടെ വീണു, പിന്നെ ഫ്രാക്ചറായി, അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ അവിടെ ഹരി പറയുന്നുണ്ട് അപ്പോൾ അലീനെ കുറച്ച് ദിവസം കൂടെ വീട്ടിൽ കാണുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അതെ ആ ഒരു വാർത്ത പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതെന്ന് ഇങ്ങനെ രോഹിത് പറയുവാണ്. മുത്തശ്ശി എന്തായാലും അലീനയെ പെട്ടെന്നൊന്നും പറഞ്ഞ് വിടാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അവിടെ ഹരി പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇനി സമയമുണ്ട്, പുതിയൊരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ നിന്നോട് പറയാമെന്ന് ഹരി രോഹിത്തിനോട് ഇങ്ങനെ പറയുവാണ്. അതിങ്ങനെ നേരെ കാണിക്കുന്നത് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ മോൻ്റെ അലമാര തുറക്കുന്നതാണ്. അലമാര തുറക്കുമ്പോൾ അതിലൊരു കീ ഇരിക്കുന്ന കാണും. ആ കീ യൂസ് ചെയ്ത് രേവതിക്കുട്ടി ഒരു പെട്ടി തുറക്കാൻ നേരത്ത് ആ പെട്ടിക്കകത്ത് കുറേ ഡയറി ഇരിക്കുന്ന കാണും. ഒരു 5-6 വർഷത്തെ ഡയറി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് രേവതിക്കുട്ടി ഒരു ഡയറി എടുക്കും. ആ ഡയറി എടുത്തിട്ട് എന്തോ വായിച്ചിട്ട് അമ്പടെ കള്ളാന്നും പറഞ്ഞ് രേവതിക്കുട്ടി നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ഓടുവാണ്. ഗ്രേസമ്മയുടെ എന്നിട്ട് ഇത് കണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെയാണെന്ന്. അപ്പോൾ ഗ്രേസമ്മയുടെ അവൾ പറയുന്നുണ്ട് ഇത് ചേട്ടൻ്റെ ഡയറിയാണ്, അലമാരിക്കകത്ത് നിന്ന് എടുത്തതാണെന്ന് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് രേവതിക്കുട്ടി നമ്മുടെ ഗ്രേസമ്മയോട് പറയുവാണ് നമ്മുടെ ജോമോൻ ചേട്ടനും ചേച്ചിയും നല്ല ഇഷ്ടത്തിലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് അത് നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാനെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അങ്ങനെയല്ല, അവർ ഒരുമിച്ചാണ് ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്നത്, ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, ചേട്ടൻ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടിട്ട് ഗ്രേസമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഗ്രേസമ്മ അപ്പോൾ അവളോട് പറയുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ വായിക്കുന്നേ, നീ ഇതൊന്നും അറിയണ്ടായിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ എടുത്തെടുത്ത് തന്നെ തിരികെ കൊണ്ട് വച്ചേക്കാൻ പറയുവാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതല്ല വേറൊരു കാര്യമുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ഗ്രേസമ്മ അതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ അത് കിട്ടും ഞെട്ടും കേട്ടു, പ്രഗ്നൻ്റോ എന്ന് ചോദിക്കും. അപ്പോൾ പറയുവാണ് ചേച്ചിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റൊക്കെ ചേട്ടനാ വാങ്ങിക്കൊടുത്തതെന്ന് പറയും. അപ്പോൾ എന്നിട്ട് എന്തായും ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയും ബാക്കി അറിയണമെങ്കിൽ ഫോൺ നന്നാക്കണം, എങ്കിലും അറിയാൻ പറ്റും, ഡയറിയിൽ ഇത്രേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രേസമ്മയ്ക്ക് ടെൻഷൻ ആവും കേട്ടോ, ജോമോനൊരു കൊച്ചുണ്ടായിരുന്നു, ആ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായി കാണും ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ഒത്തിരി ടെൻഷൻ അടിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഒരു 80% അവർ നശിപ്പിച്ച് കളയാനാണ് സാധ്യത കൂടുതൽ, കാരണം ചേട്ടൻ ജീവനോടെ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ ആലോചിക്കുവാണ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചിലപ്പോൾ അവരതിനെ നശിപ്പിച്ച് കാണും ചേട്ടനില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്നെ അലീന ചേച്ചിനെയും ചിന്നിമോളെയൊക്കെ പോലെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേസമ്മയ്ക്ക്. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഒരു ആകാംക്ഷ ഇത് എന്തായെന്ന് അറിയണം വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ.
അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോയി ഫോൺ നന്നാക്കാം, ജോസൂട്ടി ഡെയിലി കൊടുത്തുവിടാമെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് വേണ്ട, നമുക്ക് രണ്ടിനും പോയി നിന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരാം, വേറൊന്നും കളയരുതെന്ന് പ്രത്യേകം പറയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മ നമ്മുടെ രേവതിക്കുട്ടിയും കൂടെ പോകാൻ വേണ്ടി പോവുകയാണ്. രേവതിക്കുട്ടി റെഡിയാവാൻ വേണ്ടി റൂമിലേക്ക് ഓടുവാണ്. പിന്നീട് സീനിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഓട്ടോയിൽ കയറി ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങുന്നതാണ്. ഓട്ടോക്കാരിക്ക് 100 രൂപ കൊടുക്കുന്നുണ്ട്. ഇതല്ലേ നന്ദനം വീടെന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോക്കാരി അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഓട്ടോക്കാരിയോട് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അകത്തേക്ക് വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുവാണ്. അപ്പോഴാണ് മനു അതിൻ്റെ അകത്ത് ഡ്രസ്സൊക്കെ എടുത്ത് നടക്കുന്നത് കാണുന്നത്. കഴുകാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മനു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. മനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കട്ടിലേക്ക് കിടന്ന്, അതായത് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും മനു വന്ന് ഡോർ തുറക്കുമ്പോഴേക്കും മനുവിൻ്റെ ഫ്രണ്ടാണ്, മനുവിൻ്റെ കമല പറയാറുള്ള ആ കളിക്കൂട്ടുകാരിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നീ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ വീടിൻ്റെ പേരും റോഡും ഒക്കെ പറഞ്ഞു തന്നില്ല, അത് വെച്ച് ഞാൻ ഗൂഗിൾ അമ്മച്ചിയോട് വഴി ചോദിച്ച് ഇവിടെ വരെ എത്തിയെന്നൊക്കെ ഇങ്ങനെ തമാശ രൂപേണ പറയുവാണ്. അപ്പോൾ അവൾക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല, അത്രമാത്രം ഡ്രസ്സുകളാണ് അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നത്. സോഫയിൽ നിന്ന് മനു ഒരു ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു സ്ഥലം കാണിച്ചിട്ട് അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, എന്തായാലും നീ വീട്ടിലേക്കല്ലേ, ആ വഴിക്ക് എന്നെ അവിടെ ഇറക്കി വിട്ടേക്ക്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ പോകാൻ ലേറ്റ് ആവും, കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്, ഒരു 11:30 ആകുമ്പോഴേ ഞാൻ പോകുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഈ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് വാഷ് ചെയ്യുന്ന എന്തിനാ, അതൊക്കെ വീട്ടിൽ പോയിട്ട് വാഷ് ചെയ്താൽ പോരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഫുഡൊക്കെ കഴിക്കണം, ഞാൻ നേരം വിളിച്ചിട്ട് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനും കഴിച്ചിട്ടില്ലെന്ന്. അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, എന്നെയും കൊണ്ടേ പോവുമല്ലേ എന്ന്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അത് പിന്നെ പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു അകത്തേക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഈ കുട്ടി ഇങ്ങനെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ഫ്രണ്ടിനോട് പറയുവാടെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നൊക്കെ പറയുവാണ്. ഒരു പെൺകുട്ടി വരുന്നുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആ കുട്ടി മുറിയിലേക്ക് വരുവാണ്. അപ്പോൾ കൂട്ടുകാരൻ ഫുള്ളായിട്ട് പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ആ മുറിയൊക്കെ നോക്കിയിട്ട് പറയുവാണ്, ഒരു ഡിസിപ്ലിൻ ഇല്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മനുവിനോട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞങ്ങൾ ബാച്ചിലേഴ്സ് അല്ലേ, എല്ലാം ഫ്രീ ആയിട്ട് വിടും, എല്ലാവരും അവരുടെ സ്വാതന്ത്ര്യം എടുത്തോട്ടെ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു അവളെ ആ റൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നുണ്ട്, വാ പോവാമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്ത് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ജോസൂട്ടി പോയി ഫോൺ വാങ്ങിക്കൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ഫോൺ തരാമെന്ന് പറയുമ്പോഴേക്കും ജോസൂട്ടി അത് ഗ്രേസമ്മയ്ക്ക് കൊടുത്തിട്ട് പറയുവാണ്, ആൻറ്റിയുടെ മകളുടെ ഫോണല്ലേ, ഇത് ആൻറ്റി എടുത്താൽ മതി, ഇതിനകത്ത് പല സീക്രറ്റ്സും ഉണ്ടാവും, പുറത്തുള്ള ആരും കാണണ്ടെന്ന് പറയുമ്പോൾ അത് രേവതിക്കുട്ടിക്ക് സങ്കടമാവും. എന്നിട്ട് അത് ആൻറ്റിയുടെ കയ്യിൽ നീ വേണമെങ്കിൽ വാങ്ങിക്കുമോ എന്ന് പറഞ്ഞ് ജോസൂട്ടി ആൻറ്റിക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയും, ഞാൻ അന്യയല്ല, എനിക്ക് ആൻറ്റിയും അങ്കിളും ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ ഒരു കളിയാക്കൽ നോട്ടം നോക്കും കേട്ടോ. ജോസൂട്ടിയും രേവതിക്കുട്ടിയും പിണങ്ങിയിരിക്കുവാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് അതോടെയാണ് തീരുന്നത്.